യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. പ്രാർത്ഥനയൊക്കെ നിങ്ങൾ നല്ല മനസ്സോടെ സന്തോഷത്തോടെ ഏറ്റെടുത്തതിന് ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി അനുഗ്രഹമായി മാറുന്നുകൊണ്ട് ദൈവവചനം ഒരു നിയോഗത്തോടെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ ആലയത്തിലുണ്ട്, അവരുടെ നിയോഗങ്ങളുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ വലിയ സഹായം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ആ വ്യക്തി അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഒരനുഗ്രഹമായി മാറാൻ തുടങ്ങിക്കൊണ്ടിരിക്കും. ഒരനുഗ്രഹമായത് മാറിക്കൊണ്ടിരിക്കും. പ്രാർത്ഥികർത്താവേ, ഈ ആലയത്തിൽ അതോടൊപ്പം ഇത് ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരെഴുതി വെച്ച നിയോഗങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആ തൈലമുണ്ടെങ്കിൽ ആ തൈലം പുരട്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിയേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കണമേ. ഞങ്ങളുടെ ഈ ആലയത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. അതിലെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങളുടെ ശിരസിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുക. ആ തൈലമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആലയത്തെ സംബന്ധിച്ചിടത്തോളം കൽക്കുരിശിലെ എണ്ണയാണ്. നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും പള്ളികളിൽ നിന്നോ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയപ്പോൾ എണ്ണയൊക്കെ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥിച്ച ഒരു എണ്ണ ഉണ്ടാവുമല്ലോ. ആ എണ്ണ മതി, പ്രാർത്ഥിക്കണം. യേശുവേ, എൻ്റെ മകനെ, എൻ്റെ മകളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണം. 3 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ കൊടുത്ത ഒരു പ്രാർത്ഥനയാണിത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയും ഒത്തിരി സഹായമാണ്. ഇന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനങ്ങളെ കേൾക്കാം. ജോബിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം ആയം 8-ാമത്തെ വാക്യം: ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു. ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. ഞാനായിരുന്നു ഈ 2 കാര്യം ചെയ്യുമായിരുന്നു എന്ന് പറയാണ്. എന്തൊക്കെ ചെയ്യും? ദൈവത്തെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. ദൈവസന്നിധിയിൽ എൻ്റെ കാര്യം ഞാൻ സമർപ്പിക്കുമായിരുന്നു. അതല്ലേ നമ്മൾ ചെയ്തേ? എൻ്റെ കാര്യം, എൻ്റെ നിയോഗം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടായിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയ ഒരു അനുഗ്രഹം ഞാൻ വായിക്കുകയാണ്. അതാണ് 9-ാമത്തെ വാക്യം. അവിടുന്ന് അഗ്രാഹ്യമായ വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. ഞാൻ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. അഗ്രാഹ്യമായ വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾ നമ്മുടെ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ, നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്തെല്ലാം അനുഗ്രഹമുണ്ടാകൂ എന്നറിയാമോ? 24-ാമത്തെ വാക്യം തൊട്ട് വായിച്ചേ. 5-ാം അധ്യായം 24 മുതൽ: നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി നീ കാണില്ല, ഒന്നും നഷ്ടപ്പെടില്ല. നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും. വളരുന്നത് നീ അറിയും. ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാൽ, ആ ദൈവകരങ്ങളിൽ നിന്റെ കാര്യത്തെ സമർപ്പിച്ചാൽ നിന്റെ കുഞ്ഞുങ്ങൾ വളരുന്നത്, അനുഗ്രഹമാകുന്നത് നീ അറിയും. വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിലെത്തുന്നതുപോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും. ദീർഘായുസ് നിനക്കുണ്ടാകും. ഇര. 7-ാമത്തെ വാക്യം: ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഇത് സത്യമാണ്. നിന്റെ നന്മയ്ക്കു വേണ്ടി ഇത് ഗ്രഹിക്കുക. ഇത് സത്യമാണ്. ദീർഘകാലം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായതാണിത്. ഇത് സത്യമാണ്. നിന്റെ നന്മയ്ക്കു വേണ്ടി ഇത് മനസ്സിലാക്കിക്കൊള്ളുക. നോക്കുക, ഒരാളുടെ കാര്യത്തിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ കിട്ടുന്ന അനുഗ്രഹമൊന്നും നഷ്ടപ്പെട്ടതായി കാണത്തില്ല. അതുകൊണ്ടൊക്കെ ആ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ ഗൗരവം നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വചനം നിങ്ങളൊന്ന് വായിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നത് ഓർത്തെ ഒരു പ്രത്യേക ഇൻറ്റൻഷനോടെയാ പ്രാർത്ഥിക്കുന്നേ. അതിനു മുമ്പ് ഒരു കാര്യം പറയുവാണ്. നമ്മുടെ ആലയത്തിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് ശുശ്രൂഷ. വ്യാഴാഴ്ച 9:30 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആളുകളെ വ്യക്തിപരമായി ഞാൻ കണ്ടു പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ച രാവിലെ 5:45 മുതൽ 8 മണി വരെയും, പിന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഇടസമയത്തും
ആളുകളെ കണ്ടു പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ച പ്രാർത്ഥനകളെല്ലാം കഴിയുമ്പോൾ 2 മണിക്ക് ഔദ്യോഗികമായ പ്രാർത്ഥന കഴിഞ്ഞാലും ശിരസിൽ കരങ്ങൾ വെച്ചുള്ള പ്രാർത്ഥന 5 മണിയൊക്കെയാകും കഴിയുമ്പോൾ അത്രയും സമയം പ്രാർത്ഥിക്കുന്നുണ്ട്. ടോക്കനുകളൊന്നുമില്ല. ആ ഇരിക്കുന്നവരെല്ലാവരെയും കണ്ടു പ്രാർത്ഥിക്കും. 2. ഈ ആലയത്തിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബുക്ക് ചെയ്ത ഒരാളാണ് പോലും. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ സ്ഥലമാവാം. 200 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. എല്ലാവരും ഉൾക്കൊള്ളാൻ താമസിക്കുന്നവർക്ക് ഒരു അറിയിപ്പാണ്. വെള്ളിയാഴ്ച ആർക്കൊക്കെ വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ച ഇവിടെ വന്ന് താമസിച്ചുള്ളൊരു ധ്യാനം. ഒരു ദിവസത്തെ കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ബുക്ക് ചെയ്യണം. ആ ബുക്ക് ചെയ്തവരാണെങ്കിൽ പോലും 1 മണിക്ക് മുമ്പായി ഇവിടെ എത്തിയെങ്കിൽ മാത്രമേ ആ ബുക്കിംഗ് അംഗീകരിക്കുകയുള്ളൂ. 1 മണിക്ക് ശേഷം ധ്യാനം തുടങ്ങിയാൽ പിന്നെ ബുക്കിംഗ് ഉണ്ടായിരിക്കുകയില്ല. ബുക്കിംഗ് എടുത്ത ഒരാളാണേ പോലും ഇവിടെ താമസിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ആ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകൾ ഒരു ഓളമായി പോകാതെ, ബഹളമായി പോകാതെ, അത് വരുന്നവർക്ക് ഒരു അനുഗ്രഹമാകാൻ വേണ്ടിയാണ് അങ്ങനെ ക്രമീകരിക്കുന്നത്. ഇവിടെയുള്ള ശുശ്രൂഷകൾ, താമസം, ഭക്ഷണം തികച്ചും സൗജന്യവുമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോവുമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവത്തിൻ്റെ കരം എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചേ നന്നായി. പെരുമാറാനുള്ള ഒരു കഴിവ് മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു വീട്ടിൽ ഒരാൾ വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. അതോടെ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്തെങ്കിലും കിട്ടിയാൽ അത് റോട്ടിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു അത് പഠിപ്പിച്ചു കൊടുക്കണം. നല്ലതുപോലെ പെരുമാറാൻ പഠിപ്പിക്കണം. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ, അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നാൽ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾ വന്നാൽ, നിങ്ങൾ കച്ചവടം ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ഒരാൾ വന്നാൽ എങ്ങനെ പെരുമാറണം? എങ്ങനെ കടയിൽ വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണം? സ്കൂളിൽ വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണം? ഓഫീസിൽ വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണം? വീട്ടിൽ വന്ന ഒരാളോട് എങ്ങനെ പെരുമാറണം? പഠിപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരോടും എളിമയോടെ പെരുമാറണം, മാന്യതയോടെ പെരുമാറണം, നല്ല സ്വഭാവത്തോടെ പെരുമാറണം. അത് നിങ്ങൾക്കുള്ള റെസ്പെക്റ്റ്. നിങ്ങളെ അനേകർ അംഗീകരിക്കാൻ ഇടവരും. ആരോടും ദാർഷ്ട്യത്തോടെ പെരുമാറരുത്. ആരോടും വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറരുത്. എന്നാൽ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമുണ്ടാകണം, ശക്തി ഉണ്ടാകണം, ഒരു സാമർഥ്യമുണ്ടാകണം. എവിടെ ചെന്നാലും പറയാനും മുന്നോട്ടു പോകാനുമെല്ലാം കഴിവും നിങ്ങൾ നേടിയെടുക്കണം. പഠിക്കാനുള്ള കഴിവ് വേണം. വിജയിച്ചു വരണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇവിടെ എഴുതി സമർപ്പിച്ച ഓരോ നിയോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ പേരുകൾ, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, സകലരെയും ഓർക്കുന്നു. മുടങ്ങാതെ ഇത്രയും ദിവസം പങ്കെടുത്തവർ, ഇനി പുതിയതായി പങ്കെടുക്കാനുള്ളവർ എല്ലാവരെയും ഓർക്കുന്നു. ഒരു വലിയ വിജയം പരീക്ഷയിലുണ്ടാകും. നല്ല ഒരു അനുഗ്രഹം, ദൈവം തൊട്ട അനുഭവമുണ്ടാകും. ദൈവം ഇടപെട്ട അനുഭവമുണ്ടാകും. ദീർഘായുസ്സും ആരോഗ്യവും നല്ല ഭാവിയും ദൈവം തരട്ടെ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരട്ടെ. സ്വസ്ഥത തരട്ടെ. ആത്മീയ ജീവിതം, ദൈവത്തോടുള്ള ബന്ധം, വിശ്വാസം, ദൈവവചനത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. നല്ല വിജയമുണ്ടാകട്ടെ. ആരൊക്കെയാണ് ഈ പ്രാർത്ഥന കൂടുന്നത്? ആരുടെയൊക്കെ പേരുകളായവർ ഇവിടെ ഉള്ളത്? ആരൊക്കെയാണോ നിയോഗത്തോടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്? എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഒരു ദോഷവും നിനക്ക് വരില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരു അനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യുവാക്കൾ, നിങ്ങൾ പഠിച്ചു മിടുക്കരാകണം. നല്ല പ്രായത്തിൽ, നല്ല സ്ഥലത്ത്, സുരക്ഷിതമായി അനുഗ്രഹത്തോടെ എത്തിക്കണം. അവിടെ ഒരു സാക്ഷിയാകണം, സാക്ഷ്യമാകണം. നാളെയും 5:30 ഒരുമിച്ച് കാണാം. ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക.
നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. ആമേൻ.